എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ആത്മീയ മേഖലയിൽ വളരാൻ അനുഗ്രഹിക്കുന്ന ഒരു ആത്മീയ ദർശനം വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ നമുക്ക് നൽകുകയാണ്. ബൈബിൾ ഉള്ളവർ ബൈബിളൊക്കെ എടുക്കുക. നല്ല സുന്ദരമായൊരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനം പഠിക്കുമ്പോൾ തന്നെ വലിയ ഒരു ആത്മീയ ഉൾക്കാഴ്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലും അതിശക്തമായി ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ദൈവവചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. ഈ 9-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അതിനു മുമ്പ് വിശുദ്ധ പൗലോസ്ലീഹ ചില കാര്യങ്ങൾ ആ അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വചനഭാഗത്തിനൊരു ഹെഡിങ് ഉണ്ട്, സഹനത്തിലൂടെ സമാശ്വാസം. സഹനത്തിലൂടെ സമാശ്വാസം. പൗലോസ്ലീഹ പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി പൗലോസ്ലീഹ സഹിക്കുന്ന സഹനങ്ങളെക്കുറിച്ചാണ്, കഷ്ടപ്പാടുകളെക്കുറിച്ചാണ്. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഈ പൗലോസ്ലീഹ അനുഭവിക്കുന്ന സഹനങ്ങളെ, വിഷമങ്ങളെ, ദുഃഖങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഇന്ന് നമുക്കാവശ്യമായ കാര്യം. വചനം എടുത്ത് പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ തൻ്റെ സഹനങ്ങളെ കുറിച്ചൊക്കെ എഴുതി പറഞ്ഞ് നമ്മളോട് പറയുകയാണ്, ഈ അവസ്ഥ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലെ, മരണത്തിന് വിധിക്കപ്പെട്ട പോലെ ജീവിതം അവസാനിച്ചു. മരണത്തിന് വിധിക്കപ്പെട്ട പോലെയാണ് തോന്നുന്നത്. കാരണം അതിനു മാത്രം സഹിക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ചിലർ മനസ്സിൽ പറയുന്നുണ്ട്, അച്ഛാ അതെൻ്റെ കാര്യമാണ്, എൻ്റെ അവസ്ഥയാണ്, പുറത്തു പറയാൻ പറ്റത്തില്ല, അതുപോലെയാണ് അച്ഛാ എൻ്റെ അവസ്ഥയും. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ജീവിതത്തിൽ ഇനി പ്രത്യാശയൊന്നും ഇല്ല. എന്നാൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുകയാണ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? ഈ വലിയ സഹനം, ഈ വലിയ പരിമിതി, ഈ ദുഃഖം, ഇതെന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിനൊരു വിശേഷം കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ സഹനവും ദുഃഖവും പരിമിതിയും ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട ഓരോ അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പരിമിതി, ദുഃഖം, സഹനം ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു അവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നേറ്റു പറഞ്ഞ്, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖം, പരിമിതി, സഹനം ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇതങ്ങ് വിശ്വസിച്ചോ.
ഇത് വിശ്വസിക്കും തോറും ദൈവികമായ ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇത് വെറുതെ കാണാൻ വന്നവരൊന്നും അല്ല എന്നുള്ളത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഇത് വെറുതെ കാണുന്നവരൊന്നും അല്ല, മറിച്ച് നിയോഗം വെച്ച് വളരെ ത്യാഗമെടുത്ത് ഈ ആലയത്തിൽ വന്നവരും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുമാണ്. നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ദുഃഖം, ഈ പരിമിതി, ഈ സഹനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവമേ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന്, ദൈവമേ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്ന ഒരു സുന്ദരമായ സംഭവം, കണ്ണൂർ ജില്ലയിൽ, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു വചന ശുശ്രൂഷകൻ സാക്ഷ്യം പറയാൻ ഇദ്ദേഹം പോവും. സാക്ഷ്യ ശുശ്രൂഷയാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ, അപ്പോൾ അവിടെ ഞങ്ങൾ വൈദികര് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഞാൻ ഇന്ന ഇടവകയിൽ ഞാൻ വചന ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടൻ എന്താണ് ആ പള്ളിയിൽ പോയി വചനം പറയാൻ പോകുന്നത്? അച്ഛാ, എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞു, എന്ത് സാക്ഷ്യമാണ് ചേട്ടൻ പറയാൻ പോകുന്നത്? ചേട്ടൻ അതൊന്ന് പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആശീർവാദ പ്രാർത്ഥനയൊക്കെ നടത്താം. അപ്പോൾ അദ്ദേഹം നിന്ന് പറയാൻ തുടങ്ങിയ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വിവാഹ ജീവിതം സന്തോഷത്തോടുകൂടി ആരംഭിച്ചു. ഭാര്യയ്ക്കും സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഇവർ ജീവിതം ആരംഭിച്ചത്. ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. 1 വർഷം, 2 വർഷം, 3 വർഷം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു സങ്കടത്തിലേക്ക് ചെല്ലുകയാണ്. എന്താ സങ്കടം എന്നറിയോ? ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ആദ്യത്തെ ഇവരുടെ ചിരിയും കളിയൊക്കെ മാറി തുടങ്ങി. ഇവരാകെപ്പാടെ ഭാരപ്പെടാൻ തുടങ്ങി. നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, കൊച്ചൊന്നും ഇല്ലേ, ഇതെന്താണ്? അപ്പോൾ ഇവരുടെ ഉള്ളിലൊരു ഭാരം. അങ്ങനെ ഇവരുടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്ടറിൻ്റെ അടുക്കൽ ഇവരൊരു 4ാമത്തെ വർഷം ചികിത്സയ്ക്കായിട്ട് പോയി. ഇതെന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് നിസ്സാരപ്പെട്ട കാര്യമുള്ളൂ, നിങ്ങൾ കുറച്ച് നാൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്നാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഇവരുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷയായി. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. 4 വർഷം, 5 വർഷം, 6 വർഷം. ഈ ഡോക്ടറുടെ കീഴിൽ തന്നെ 2-3 വർഷങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സയൊക്കെ നടത്തി 7ാം വർഷത്തിലോട്ടെത്തി. ആ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു, അതെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പലരെയും ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കേസ് ഒരു സ്പെഷ്യൽ കേസാണെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സീനിയർ ഡോക്ടർ കൊച്ചിയിലുണ്ട്. എൻ്റെ സീനിയർ ഡോക്ടർ, അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഈ ഭാര്യയും ഭർത്താവും കൊച്ചിയിലെത്തി. അവർ ഈ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മറ്റേ ജൂനിയർ ഡോക്ടർ നടത്തിയ ട്രീറ്റ്മെൻ്റ് ഒന്നും മോശമല്ല, ഇതിലും അല്പം കൂടെ മെച്ചപ്പെട്ട ചില ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവർക്ക് വീണ്ടും സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീണ്ടും ഇവർ കൊച്ചിയിൽ ഉള്ള ഡോക്ടറിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതങ്ങനെ വർഷം മുന്നോട്ട് നീങ്ങി. 7 വർഷം കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു, 9 ആയി, 10 ആകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വർഷം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് കാര്യത്തിന് ഉത്തരവൊന്നും ഉണ്ടാവുന്നില്ല, ചികിത്സ ഫലിക്കുന്നില്ല. ഒരു ദിവസം നമ്മുടെ ഈ സീനിയർ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഈ കൊച്ചിയിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ഓഫീസിലോട്ട് ചെന്നപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ട ഉടനെ പറഞ്ഞ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക. അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പലരെയും ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് അല്പം ഒരു വ്യത്യസ്തമായ കേസാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചികിത്സകളൊന്നും അത്ര അങ്ങോട്ട് ഫലിക്കുന്നില്ല. എനിക്കിനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ പഠിച്ചതുമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്തു. ഇനി ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇനി നിങ്ങൾ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ടതില്ല. ഈ ഭാര്യയും ഭർത്താവും കൂടെ ഈ ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് കൊച്ചിയിൽ നിന്ന് അവർ ട്രെയിൻ കയറി കണ്ണൂരിൽ അവരുടെ വീട്ടിലെത്തുന്നതുവരെ
കരച്ചിലോട് കരച്ചിൽ. ഇവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നം, പ്രതീക്ഷ എല്ലാം തകർന്നു വീണ അനുഭവം. ഇനി എന്ത് ചെയ്യും? വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് 10 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അന്ന് രാത്രിയിൽ ഇവർ സത്യക്രിസ്ത്യാനികളാണ്. ഇവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന, ഇവരുടെ വീട്ടിൽ ചെറിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഈ ഭാര്യയും ഭർത്താവും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, രണ്ടുപേരും കൂടെ ആ കൈ ചേർത്ത് പിടിച്ച് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ദൈവമേ, ഈശോയെ രക്ഷിക്കണേ, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ രാത്രി മുഴുവൻ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഇനി നീ മാത്രമേ ആശ്രയമുള്ളൂ, ഇനി നീ മാത്രമേ ആശ്രയമുള്ളൂ, ഇനി നീ മാത്രമേ ആശ്രയമുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരിലും ആശ്രയമില്ല. പ്രിയപ്പെട്ടവരെ, ആ രാത്രി മാത്രമല്ല, തുടർന്നുള്ള നാളുകളിൽ അവർ സ്ഥിരമായിട്ട് ഈ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ കരുണയായിരിക്കണമേ, നീ മാത്രമേ ആശ്രയമുള്ളൂ, ലോകത്തൊരു മനുഷ്യനും ഞങ്ങളെ സഹായിക്കാനില്ല, നീ മാത്രമേ ആശ്രയമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഗർഭവതിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സഹോദരൻ, സാക്ഷ്യം പറയാൻ പോകുന്ന സഹോദരൻ എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരച്ചിലാണ്, കണ്ണിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഒന്നല്ല, എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു, 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്നറിയാം അച്ഛാ, ഞാൻ 10 വർഷത്തോളം മനുഷ്യരുടെ പുറകെ നടന്ന് ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, പണം ചെലവഴിവാക്കി, എൻ്റെ സമയം കളഞ്ഞു. എന്നാൽ എപ്പോഴാണോ ഞാൻ ദൈവ തിരുമുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, അപ്പോൾ മുതൽ ദൈവം എന്നിൽ ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പഠിപ്പിച്ച വചനം അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് തോന്നി, എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണെന്ന്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഓൺലൈൻ പങ്കെടുക്കുന്നവരൊന്ന് ചിന്തിച്ചേ. നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, കുടുംബ പാരമ്പര്യം കൊണ്ട്, നീ നേടിയെടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് പരാജയപ്പെട്ടിരിക്കുകയായിരിക്കും. ഇനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. നീ ഓർത്തോ, ഇപ്പോഴുണ്ടായ ഈ പരാജയം, ഈ പരിമിതി, ഈ ദുഃഖം, ഈ സഹനം, ഇതെന്തിനാണെന്നറിയാവോ? ദൈവമേ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാര്യം നീ പഠിച്ചാൽ ജീവിതത്തിൽ നമ്മൾ പല മേഖലകളിൽ ആത്മീയമായി വളരും. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് ഇത് എൻ്റെ നാശത്തിനല്ലെന്ന് പൗലോസ്ലീഹ പറഞ്ഞത് എന്താണ്? ഞാൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന പോലെ എനിക്ക് തോന്നി, എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അത്രേ. അതിനു വേണ്ടിയാണ് ദൈവം ഈ അനുഭവത്തിലൂടെ നിന്നെ കടത്തി വിടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബർത്തിമീസ് എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ വളരെ പരിചിതമുണ്ടല്ലോ. ആ പരിമിതിയുടെ നടുവില് അയാൾ എന്ത് ചെയ്തു? എൻ്റെ ജീവിതം തീർന്നു, ഓ ഞാൻ അന്ധനാണ്, യാചകനാണ്, എൻ്റെ മാറി വഴി സൈഡിൽ ഇരുന്നുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ലെന്ന്, മറിച്ച് എന്ത് ചെയ്തു? അയാൾ അവിടെ ഇരുന്ന് തൻ്റെ പരിമിതിയുടെ നടുവിൽ യേശുവേ എന്ന് വിളിച്ചു. ആ വിളിക്കൊരു ഉത്തരവുണ്ടായി. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സഹനം, ഇപ്പോഴത്തെ ഈ ഒരു അനുഭവം. ഞാനിത് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ, പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയാണ് പേരിൽ, എന്നാൽ പള്ളി പോവില്ല, പ്രാർത്ഥിക്കില്ല, ദൈവവിചാരം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എപ്പോഴും തിരുസഭയ്ക്കെതിരെ പ്രസംഗിക്കും. അങ്ങനെ എപ്പോഴും അസ്വസ്ഥനായ ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തെ പള്ളിയിലൊന്നും വിളിച്ചാൽ വരൂല്ല. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ല, ഹൃദയം കാണുന്ന കർത്താവ് കണ്ടോളും, ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ പോകേണ്ടതില്ലെന്നൊക്കെ പറയുന്ന ഒരാൾ അങ്ങനെയൊക്കെ പറയും. പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, അവരുടെ വികാരിയച്ഛൻ, ഇടവക വികാരിയച്ഛൻ തന്നെ ഇയാളോട് പലതവണ പറഞ്ഞു, ചേട്ടൻ പള്ളി വാ പ്രാർത്ഥിക്ക്.
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നിങ്ങളെന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, ഈ ബിസിനസ്സുകാരൻ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത്, ഇദ്ദേഹം ഒരിക്കൽ ഒരു രോഗം പിടിപെട്ട് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബിസിനസ്സുകാരൻ, വലിയ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു വിദഗ്ധ സംഘം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്ന് ഈ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല. ഈ കിടക്കുന്ന ബിസിനസ്സുകാരനും ഈ കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഡോക്ടർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇവിടെ കിടത്താൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ഞാൻ ആകപ്പാടെ ക്ഷീണിതനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ഇതെന്താണിത്, എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതെന്താണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, സാറേ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം പരിശോധിച്ചിട്ട് എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക. എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാം, പണം ഒരു പ്രശ്നമല്ല. ഇനിയിപ്പം മരുന്ന് കിട്ടാൻ ഇവിടെ ഇല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരുത്താം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പണം ഇഷ്ടം പോലെ ഉണ്ടെന്ന്, പണം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഞാനിങ്ങനെ ഈ ആശുപത്രി കിടന്ന് എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാവും? ഡോക്ടർമാർ ഇങ്ങനെ ചൂടാവുമ്പോൾ സീനിയർ ഡോക്ടർ മുമ്പോട്ട് വന്നിട്ട് ഇയാളെ തൊട്ടുകൊണ്ട് പറഞ്ഞു, സാറ് പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ സാറിൻ്റെ രോഗം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ സാറ് പറയുന്ന ഈ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ സാറിൻ്റെ രോഗം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? കുറേ ദിവസമായി ഞങ്ങൾ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക കേസാണ് സാറേ, ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മരുന്ന് വിദേശത്തു നിന്നൊക്കെ വരുത്തുന്നതൊക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പും രോഗം കണ്ടുപിടിക്കണ്ടേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരൻ, ഈ മനുഷ്യൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കിടപ്പിൽ കണ്ണിങ്ങനെ മുകളിലേക്ക് നോക്കി. നാളുകൾക്ക് ശേഷം ഇയാൾ വിളിച്ചു, ദൈവമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കിടക്കുന്ന കിടപ്പില് വിദഗ്ധ ഡോക്ടർമാർ അടുക്കെ വന്നിട്ട് പറയാണ്, രോഗം കണ്ടുപിടിക്കാൻ പറ്റണ്ടേ സാറേ? ഞങ്ങളെ കൊണ്ട് പഠിച്ചവണി 18 ശ്രമിക്കുന്നുണ്ട്, പക്ഷെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാറൊന്ന് സഹകരിക്കണം. സാറേ, ഇതൊരു സ്പെഷ്യൽ കേസാണ്, ഇതല്പം റെയർ കേസാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. താങ്കളുടെ രോഗം ഒരു സ്പെഷ്യൽ കേസാണെന്ന്. ഈ ബിസിനസ്സുകാരൻ അവിടെ കിടന്ന മോളിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചു. അല്ലേ? അതാണല്ലോ ICU എന്ന് പറയുന്നത്, അല്ലേ? ICU എന്ന് പറയുന്നത് എന്തുവാ? കണ്ടിട്ടില്ല ആശുപത്രിയിലൊക്കെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അല്ലേ? ICU. ആ കിടന്ന കിടപ്പില് ICU. ആരെ? ദൈവമേ, നിന്നെയാണ് ഞാൻ കണ്ടത്. ഞാനിത് പറയുമ്പോൾ ആ ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വാർഡിൻ്റെ ഇൻചാർജായിട്ട് നിൽക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ ഇങ്ങ് വന്നേ, നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടി? ദേ ഇന്ന മുറിയിൽ ഇന്നയാൾ കിടക്കുന്നുണ്ട്. ഇയാളുടെ പേര് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പള്ളി പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അല്ലച്ചാ, ഇപ്പം പറ്റിയ സമയമാണ്, നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ഈ വാർഡിൽ അവിടെ ഇൻചാർജായിട്ട് നിൽക്കുന്ന വ്യക്തി എന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി. എൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, കാരണം ഇയാൾ അച്ഛന്മാരും പ്രാർത്ഥന ദൈവകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടമല്ല, അലർജി പോലെയാണ്. എന്നാൽ ഈ വ്യക്തി പിടിച്ചോണ്ട് പോയത് കൊണ്ട് അങ്ങോട്ട് ചെന്നു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനെ കിടക്കുക. എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ അടുക്കലോട്ട് ചെന്നപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു വൈദികനോട് അയാൾ സ്നേഹപൂർവ്വം പെരുമാറുന്നെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളേ. അടുത്തിരിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ കൈ വിടുന്നില്ല, അച്ഛാ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞത്, അച്ഛാ ഇത്രയും നാളും ബിസിനസ് സമ്പത്തിന് വേണ്ടി ഞാൻ ഓടി. ഈ കിടപ്പിനിടയിൽ ഞാനൊരു കാര്യം മനസ്സിലാകുന്നു, ഞാൻ ഉണ്ടാക്കിയതെല്ലാം വെറും ആ നോട്ടുകെട്ടുകൾ, വെറും കടലാസ് കഷണങ്ങൾ. ഇതൊന്നും ഒരു ഗുണമില്ല അച്ഛാ, എൻ്റെ രോഗം പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് വെറും കടലാസ് കഷണങ്ങൾ അത്രേ ഉള്ളൂ. കടലാസ് കഷണം, നോട്ട് കെട്ടേ. ബാങ്കിലിരിക്കുന്നതും കയ്യിലിരിക്കുന്നതും വീട്ടിലിരിക്കുന്നതും ഒക്കെ വെറും കടലാസ്
കടലാസ് കഷ്ണം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാകും. ഏതാണെന്നറിയോ? ചില 500-ൻ്റെ നോട്ട് പഴയത് കൈ ഇരിപ്പുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇത് മനസ്സിലാവും. കടലാസ് കഷ്ണം, ഒരിക്കൽ ഇതിന് വിലയുണ്ടായിരുന്നു, ഇപ്പം വിലയില്ല. ഈ ബിസിനസ്സുകാരൻ അവിടെ ഇരുന്നുകൊണ്ട് കരയാണ്. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്ക്. ദേ വചനം അതാണ്. മരണത്തിന് ശിക്ഷിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നി, എന്നാൽ അത് എന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നിനക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും അതേത് കാര്യമായിക്കൊള്ളട്ടെ, നിനക്കത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്തെ വിളിക്കാനുള്ള ഒരു അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പരിമിതികൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ സഹനങ്ങൾ ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു അവസരമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ വീടിനടുത്ത് ഒരു ചേട്ടൻ, ഈ ചേട്ടൻ എപ്പോഴും പള്ളിയിലൊക്കെ ഇടയ്ക്കൊക്കെ വരും, പക്ഷേ കയ്യും കെട്ടിയേ നിൽക്കുകയുള്ളൂ, പുറകിലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ പള്ളിയിൽ അവിടുത്തെ വികാരി അച്ഛൻ പലതവണ ഇയാളോട് പറഞ്ഞു, ചേട്ടൻ അകത്തോട്ട് കയറും. ഇല്ല ചേട്ടൻ കൈകൂപ്പ്. ഇല്ല ഞാൻ ഇങ്ങനെ നിൽക്കും, ഇതെൻ്റെ ഒരു ശൈലിയാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഇതെൻ്റെ ഒരു ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ നാട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ മുൻവശത്ത് കൈയും കൂപ്പി കൂനി നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിപ്പോയി. ദൈവമേ, എന്തൊരു അത്ഭുതമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. കാരണം പള്ളിക്ക് പുറത്ത് കയ്യും കെട്ടി നിൽക്കും, ഇതെന്റെ ശൈലിയാണെന്നും പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ പള്ളിയിൽ മുമ്പിൽ കയ്യും കൂപ്പി കൂനി നിൽക്കുന്നു. ഞാൻ ഈ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നിന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഓടിച്ചെന്ന് കണ്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്നാ പറ്റി? പള്ളിക്കകത്ത് കൈ കൂപ്പി കൂനി നിൽക്കുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴും ഇയാൾ കൂനി കയ്യും കൂപ്പിയെ നിൽക്കുന്നേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, പള്ളി മാത്രമല്ല, ഇയാളിപ്പോൾ ഇങ്ങനെയായി, കൈകൂപ്പിയ നിൽക്കുന്നേ, പുറത്തും. അകത്ത് മാത്രമല്ല, പുറത്തും. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം നേരെ നിൽക്കാൻ പറ്റണില്ല അച്ഛാ. ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം ദേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവണുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, കയ്യൊന്നും കൂപ്പത്തില്ലെന്ന്. ഞാൻ ഇങ്ങനെയാണ്, പണ്ടേ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞതാ. ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം പുറത്തു നിന്ന ചേട്ടൻ പള്ളിക്കകത്ത് കയറി എപ്പോഴും കൈകൂപ്പി, പള്ളിക്കകത്ത് മാത്രമല്ല പുറത്ത് ആരെ കണ്ടാലും കൈകൂപ്പി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞാൽ നടക്കുന്നേ. ചില അനുഭവങ്ങളെ, ചില സംഭവങ്ങൾ നമുക്കുണ്ടാവുന്ന എന്തിനാണെന്നറിയോ? നമുക്ക് ദൈവത്തെ വിളിക്കാനൊരവസരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ഓർത്തോണം. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഇന്നുണ്ടാവുന്ന ചില അനുഭവങ്ങളിലൂടെ ആവും നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നുണ്ടായ, മക്കൾക്കുണ്ടായ ചില അനുഭവങ്ങളിലൂടെ ദൈവമേ എന്ന് വിളിക്കും. അല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന്. ദൈവത്തെ വിളിക്കാനുള്ളൊരു അവസരമാണ്. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ സഹനത്തെ, ദുഃഖത്തെ, പരിമിതികളെ ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, കണ്ണുകൾ അടച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കണ്ട. കർത്താവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പരിമിതി, ഇന്നത്തെ എൻ്റെ ദുഃഖം, ഇന്നത്തെ എൻ്റെ ഭാരം, ഇന്നത്തെ എൻ്റെ സങ്കടം, കർത്താവേ ഇത് ദൈവത്തെ വിളിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കടന്നു ചെല്ലട്ടെ. രോഗങ്ങളും രോഗപീഠകളും ദുഃഖങ്ങളും ഇന്നലകളിലെ അനുഭവങ്ങളും നമ്മളെ വേട്ടയാടുന്ന അനുഭവങ്ങൾ ഇതാ ഈ സമയം അതെല്ലാം അനുഗ്രഹമാക്കി കർത്താവ് മാറ്റട്ടെ. എല്ലാ പരിമിതികളും ദൈവത്തെ വിളിക്കാനുള്ള ഒരു അവസരമാക്കി കർത്താവ് ഉയർക്കട്ടെ. കരങ്ങൾ ഉയർത്തി, പോരാ സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവിന്റെ അത്ഭുത നാമത്തിൽ ആ വിഷയങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദൈവജനത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിന്റെ മേൽ പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി ഈ സമയം തന്നെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. എന്നാൽ ഇത് ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു തോന്നി, എന്നാൽ ഇത്
ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയതത്രേ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ.